എനിക്ക് അവിടെ വീട്ടിലിരുന്നാ കാണാം. ഏട്ടൻ്റെ മോൻ വന്നിട്ട് ബാക്കി ട്രെയിനിലുണ്ട് അവിടെ തലകുത്തനാണ്. ഞാനതൊന്ന് കിടന്ന് ഉറങ്ങി. കടലിൽ പോണ സമയം വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് ഞങ്ങൾ തോണി എടുത്തിട്ട് അവിടെ നിന്ന് വന്നത്. കുറേ ആൾക്കാർക്ക് നമ്മൾ മരിച്ചവരുണ്ടായിരുന്നു, അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. 2001 അങ്ങനെയല്ല. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലാണുള്ളത്. സൺഡേ കൊണ്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോകാം. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 10 രൂപയും അതേപോലെ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യാൻ 1 മണിക്കൂറിന് 1000 രൂപയാണ് കേട്ടോ. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയിട്ട് 5 മണിയായി കറക്റ്റ്. ഏകദേശം 1 മണിക്കൂർ കറക്റ്റ് റണ്ണിങ് മാത്രം കേട്ടോ. ഏകദേശം ഇവിടെ 6 മണിയാവുന്നതിന് ഫുള്ള് ക്ലോസ് ആവും. അപ്പോൾ അവിടെ വരുന്നവരൊക്കെ നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് സാർ പ്രേമേട്ടന്റെ ബോട്ട് ആ കിടക്കുന്നത്. ഇവിടെ എത്ര ആണ്ട് കേട്ടോ? 1.5 ആളല്ലേ? ശരി, 10 അടി. ഇല്ലല്ല. ഏകദേശം 3-4 മാസമായി. അന്ന് ഇത്ര റേറ്റ് ഉണ്ടല്ലോ, 800 റുപ്യന്നല്ലേ? ഇപ്പൊ ഏകദേശം 8 ആള് പോണ ഇതിന് 1000 റുപ്യ അല്ലേ? അതിന് വേണം 800. 1000 അല്ലേ? 1 മണിക്കൂറിന് 1000 രൂപ. അതേപോലെ തന്നെ ഒക്കെ അതേപോലെ. അതേപോലെ തന്നെ. ഇത് ശരിക്കും നിങ്ങളെ പ്രൈവറ്റ് വണ്ടിയാ? ഇത് നിങ്ങളെ പ്രൈവറ്റ് ബോട്ടാ? ഒരു 80 റുപ്യാണ് കൊടുക്കണം.
ആ ബാക്കിയുള്ള നിങ്ങളെ വീട് ഇവിടെ തന്നെ? ഇവിടെ വാ, ഇങ്ങോട്ട് വാ, അങ്ങനെ എല്ലാവർക്കും ഇവിടെ ഒരു ഫോട്ടോ എടുത്തോ. പോര്. അവിടുന്ന് കളിക്കാം, അവിടെ കടലാണ്. എന്തൊക്കെയുള്ളത്? ഇവിടുന്ന് ട്രെയിന് കാണാൻ ഒരു പ്രത്യേക രസല്ലേ. വന്ദേ ഭാരത് ഉണ്ടല്ലോ, ചും പറഞ്ഞ മീനാണിതില്ലേ. 4:40 പോയിണ്ടാവൂലേ? ആണോ? അങ്ങോട്ട് ഇങ്ങോട്ടും വരും അല്ല വേറെ. ആ ഇവിടെ ഈ ദേശാടന പക്ഷികളൊക്കെ എന്താണ് അതിന് പറയടാ, ദേശാടന പക്ഷികളൊക്കെ വരുന്ന ടൈം എപ്പോഴാ? എത്തിയിട്ടില്ലേ? നിങ്ങള് ഡീറ്റെയിലൊക്കെ പറഞ്ഞോളി, ഞാൻ മൈക്ക് എടുത്തിട്ടില്ല മാത്രം. ചരിത്രം പറഞ്ഞ പക്ഷികളാണ് മെയിനായിട്ട് ഇവിടെ. പക്ഷികൾ വന്നാൽ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ മണത്തടുപ്പൊക്കെ. കടലിൽ നിന്ന് വരുന്നത് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ആണ്. അപ്പോൾ അവര് ഇവിടെ എത്തിയിട്ടില്ല. സെപ്റ്റംബർ പകുതി കഴിയുമ്പോൾ കുറേശ്ശെ വരൽ ഒരു 35 ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ പക്ഷീനെ നോക്കുന്ന ആളുകൾ വന്നാലേ അവർ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഒപ്പം കടൽക്കാക്കൻ്റെ കൂടെയാണ് ഇതൊക്കെ ഉണ്ടാവുക. ഇഷ്ടംപോലെ കടൽക്കാക്കി എല്ലാം ഉണ്ടാവും ഇവിടെ. അതിൻ്റെ കൂടെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 15 കൊല്ലം മുമ്പേ വന്നൊരു പക്ഷിയുണ്ട്, ആവസെറ്റ്. അത് വന്നിട്ട് ആ ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് അതൊക്കെ ഒരു 10 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ മേലെ കറുപ്പ് കളറായിട്ട് പേപ്പറിലൊക്കെ കൊടുത്തിരുന്നു അവർ. അങ്ങനത്തെ മുമ്പേ ഉള്ള പക്ഷികളും എല്ലാം വരലുണ്ട്. ഇപ്രാവശ്യം കാണുന്നില്ല. തണുപ്പ് കൂടുമ്പോൾ അവിടെ തണുപ്പ് കൂടുമ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വരല്, സൈബീരിയയിലൊക്കെ. പിന്നെ അങ്ങോട്ട് കണ്ടൽക്കാടാണ്. അപ്പുറത്തെ സൈഡിൽ അത് നക്ഷത്രക്കണ്ടൽ തന്നെ കണ്ടലാണ്. ഈ നക്ഷത്രക്കണ്ടലിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല, വേലിയൊക്കെ കുറവായതുകൊണ്ട്. നേരെ കാണണത് വെച്ച് പിടിപ്പിച്ചാൽ 4-5 കൊല്ലം കഴിഞ്ഞത് വെച്ച് പിടിപ്പിച്ച നക്ഷത്രക്കണ്ടല്. അതിന്റെ കായ സ്റ്റാർ മാതിരിയാണ്, അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ. അതാ ട്രെയിൻ മറിഞ്ഞ ഭാഗമാണ് ആ കാണുന്നത്. നമ്മൾ അതിന്റെ അടിയിൽ കൂടിയാണ് പോവാ. അത് 2001. 52 പേര് മരിച്ചു. നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയുണ്ടോ കടലിൽ ട്രെയിൻ ദുരന്തം? ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെടുത്ത് വന്നിരുന്നു. ഞങ്ങള് അവിടെ ഈ കണ്ടലൊന്നും ഇല്ല. എനിക്ക് അവിടെ വീട്ടിലിരുന്നാൽ കാണാം. ഏട്ടൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞ് ട്രെയിനിലുണ്ട് അവിടെ തല കുത്തനാണ്. ഞാനന്ന് കിടന്ന് ഉറങ്ങി, കടലിൽ പോണ സമയം വന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങൾ തോണി എടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത്. കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മരിച്ചവരുണ്ടായിരുന്നു, അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. 2001 വൈകുന്നേരം ഒരു 5:20 ആയിരുന്നു. അന്ന് മദ്രാസ് മെയിൽ എന്നാ പേര്, ഇപ്പൊ ചെന്നൈ മെയിൽ. ഇപ്പോഴെന്ത് സംഭവം ഉറപ്പായില്ലല്ലോ, അപകട കാരണം ഉറപ്പിച്ചില്ലല്ലോ. കാരണം ചിലവര് പറയുന്ന പാലത്തിന്റെ കുഴപ്പമാണെന്ന് പറയുന്നത്, ബോഗിന്റെ കംപ്ലൈന്റും പറയുന്നുണ്ട്. കാറ്റ് അല്ല, മുൻഭാഗം പാലം കടന്നതിന് ശേഷം ബാക്കി വേഗം വീണത്.
ബോഗിയ ജഡ്ജിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രൊഫസർമാരും എന്താ അതിന്റെ കറക്റ്റ് അങ്ങനെയാണെങ്കിൽ ബോഗിന് ചെറുക്കിങ്ങനെടാ. മുൻഭാഗം കടന്നില്ലേ, ബാക്കിയാണ് ഭാഗം കടന്ന് കുറച്ച് ബോഗി അവിടെ എത്തിയനല്ലോ. നമ്മളെ എൻ്റെ അയൽവാസിയൊക്കെ ഉണ്ടായിരുന്നത് ബാക്കിലത്തെ കമ്പാർട്ട്മെന്റിൽ ആ തൂങ്ങിക്കണത്. അവള് മദ്രാസ് പോകും. അമ്മി എന്താ പണി? അനക്ക് എന്താ പറയാനുള്ളത്? സൂപ്പറാ. ഞായറാഴ്ച ഒരിക്കലും വരത്തില്ലേ? അപ്പോൾ നമ്മളെ പ്രേമേട്ടൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞായറാഴ്ച ഒരിക്കലും ഇങ്ങോട്ട് വരുന്നത്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ വർക്കിൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് കണ്ട് ഡീറ്റെയിലൊക്കെ മനസ്സിലാക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വരുന്നവർ ഞായറാഴ്ചകളിലാവും എല്ലാവർക്കും ലീവ് ഉണ്ടാവുക. പക്ഷേങ്കിൽ വർക്കിൻ്റെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി കവർ ചെയ്യാൻ പറ്റും. 6 മണിയാകുമ്പോൾ കയറി സ്ഥലത്ത് എത്തണം. ജസ്റ്റ് ഫ്രീ ആകുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇവിടെ കടലുണ്ടി വരണം കേട്ടോ. വന്ന് കണ്ട് ആസ്വദിച്ച് പോകണം. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മക്കൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആവും, ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. അങ്ങനെ നമ്മൾ ഏകദേശം 2001 കടലുണ്ടി തീവണ്ടി അപകടം സംഭവിച്ച ആ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പാലത്തിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ ഈ ബോട്ട് പാസ് ചെയ്ത് പോവാം. 2001 സംഭവിച്ച ഈ കടലുണ്ടി തീവണ്ടി അപകടത്തിനെ കുറിച്ച് അറിയുന്നവരൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ആ പഴയ പാലത്ത് വന്നല്ല ഇപ്പൊ ട്രെയിൻ അപകടം ഉണ്ടായത്. ആ ഫില്ലർ വന്ന് ഓരെങ്ങനെ അവിടെ അങ്ങനെ എത്താൻ സാധിക്കണേ? റെയിൽവേക്കാർ കണ്ട ഇതാവൂലേ? ഇതാണ് പഴയ റെയിൽവേ പാലത്തിന്റെ തൂണാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ 2002, 2001 കാലഘട്ടത്തിലാണ് നമ്മുടെ കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ പുതിയത് ഇപ്പോൾ വന്ന പാലാണ് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ ഉണ്ടോ. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കണ്ടൽ കാടുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി വൈബ് അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. അപ്പം അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ. ഇനി അങ്ങോട്ട് ഫുള്ള് ലൈറ്റ് കുറച്ച് കുറവാകും. ഇവിടെയൊക്കെ ഫുള്ള് ഈ മരത്തിന്റെ പേരെന്താ? 24 കൊല്ലായിട്ട്. ആ ഇതൊക്കെ വേറാണ് ഈ കാണണൊക്കെ അല്ലേ? ഈ വരുന്നൊക്കെ വേര്. അത് പറ്റില്ല. കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഇതാണ് കണ്ടൽക്കാടുകൾ. ഇതിങ്ങനെ പോയി നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ എത്തും. ഏകദേശം 24 വർഷം പഴക്കമുള്ള കണ്ടൽക്കാടുകളാണ് ഇതൊക്കെ. ആ
ഓരോ കൂട്ടിലാണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ തന്നാലെ പോണ്ടി കണ്ടൽ കാടുകളുടെ ഉള്ളിലൂടെയുള്ള യാത്രയുണ്ട്. നമ്മൾ ഈ കടലുണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചിഞ്ചോടുവാ എന്താണ് തുരുത്തിന്റെ പേര് പറഞ്ഞത്? വള്ളിക്കുന്ന് പഞ്ചായത്ത്. നീട്ടേ കല്ലിന്റെ തൊട്ടപ്പുറത്ത് നല്ല വെള്ളം ആ അവിടെ ആ ആ ആ മിറ്റി കല്ല് ഇതാണ്, കടൽ അതാണ്. ആ അതിന്റെ ഈ ഇപ്പുറത്ത് നല്ല വെള്ളമുണ്ട്. അതാണല്ലേ. ഫിൽറ്റർ ചെയ്ത എന്താ പൂത്ത വെള്ളം, അടിപൊളി വെള്ളം. അതൊന്നും പൈപ്പിലെ പാറ ഉണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവൂലേ? ആ ഇപ്പൊ സാധാരണ കിണർ വെച്ച് കുറച്ച് താത്താണെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളമാവും. വീട്ടിലൊക്കെ പറഞ്ഞാൽ നല്ല വേനലൊക്കെ ഒരു ബക്കറ്റ് മുങ്ങോട്ട് ആ അതിൽ താത്താൻ പാടില്ല, താറ്റ ഉപ്പുള്ള ഉപ്പ് വെള്ളമാവും. നിങ്ങളെ വീട് അവിടെ ഏത് ഭാഗത്തായിട്ട് വരും? കുറച്ചപ്പം തന്നെ. എന്നിട്ട് ശരിക്കും നിക്ക്. അപ്പൊ അതിന് എപ്പോഴാ എത്തുക? ആ ആ ഇനി ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലം അല്ലേ? ഒരു മിനിറ്റിന് ശരിക്കും പിടിച്ചിരുന്ന ഇവിടെ ഇരുന്ന മിനിറ്റ്. ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലം. അവിടെ ഇറങ്ങിയിരിക്കി. ഇവിടെ കൊഴിഞ്ഞൊരു വലിയ രസം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഇതിന്റെ അവിടെ നിന്ന് ഇത്ര മീറ്റർ വിടണമെന്ന് നിയമം ഉണ്ടാവൂലേ? 50 മീറ്റർ വിട്ട കെട്ടിടങ്ങളും വീടൊക്കെ പറ്റുള്ളൂ. ആ പുതിയ ഉണ്ടാക്കണൊക്കെ അല്ലേ? പഴയ പാലല്ലേ? പഴയ കാലത്ത് മോണി പോവോ പോണ്ടി? ആ വടക്കും തെക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാത്ത. പാപ്പന് ഞാൻ ചെയ്ത് കൊടുക്കണേ. ശരി ശരി. ഞാനിവിടെ വന്നിട്ട് ഒരു കുട്ടി പാത്രം വരെ തൊടി പിടിച്ചിട്ടില്ല. ഞാൻ തോണിയായിട്ട് ഇപ്പൊ വരുന്നു. എന്താ കണ്ട് പിന്നെന്താ കണ്ട് ബോട്ടിൽ പോയില്ലേ? എങ്ങനെയുണ്ട്? അനക്ക് ഇഷ്ടപ്പെട്ടോ? അതാ ജീവണ്ടിയുടെ എവിടെ പോണ്?
ആ അതാ പോണ് അല്ലേ? അത് വിമാനം തീവണ്ടിയാ? ട്രെയിനാ തീവണ്ടിയാ? ആ കുക്കു 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 തീവണ്ടി അല്ലേ? ആ யாருது ஆமி അതാ വായിച്ചു അങ്ങനെ നേരം ഇരുട്ടായി ലൈറ്റൊക്കെ പോയി. നമ്മൾ കടലുണ്ടി നേരെ ചെറിയതാ ഒരു കടലുണ്ടി ഈ പാലത്തിൻ്റെ അടിയിലുള്ള ചെറിയൊരു ബീച്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അവിടുന്ന് കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.